കേരളത്തിൽ വന്നാൽ ഫ്രീ ആണ്. ഇതിപ്പോൾ എനക്കൊരു പെണ്ണ് വേഷം കെട്ടിയിട്ട് മുഖെല്ലാം മറിച്ചിട്ട് പോയാൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇരട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരട്ടിക്കുള്ള ടിക്കറ്റ് മുറിച്ച് തരും. ഒരു ഇതും കൊടുക്കണ്ട. ഞാൻ ഇതാന്ന് പറഞ്ഞ കേട്ടാ, അത് ഒരുപാട് അപവാദമാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ. അപ്പോൾ നമ്മളെ ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെ കുറിച്ചിട്ട് 2 വാക്ക് പറയാൻ വേണ്ടി വന്ന കേട്ടാ. 2 വാക്ക് എന്ന് വെച്ചാൽ ഒരു നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്. അവർക്കെല്ലാം സൗജന്യമായിട്ട് യാത്ര ചെയ്യാലോ, എവിടെ വണ്ടിക്കും പോകാലോ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് അപാകതകളുണ്ട്. ഇത് ഒരുപാട് പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒന്ന് കർണാടകത്തിലേക്ക് പോകാം. കർണാടകത്തിലും ഇതേ സംഭവമാണ്. UDF അധികാരത്തിലേറ്റതിന് ശേഷമാണ് അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയത്. പക്ഷെ ആടെ ഇതുപോലെ ബസ്സിന്റെ മുമ്പിൽ വണ്ണത്തിൽ എഴുതി വെക്കുന്നൊന്നുമില്ല സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ ഇതൊന്നുമില്ല. നമ്മൾ പെണ്ണുങ്ങൾ ബസ് കയറാൻ പോകുമ്പോൾ കണ്ടക്ടർ മുന്നിൽ നിന്നിട്ട് പറയും, അതായത് ഓർഡിനറി ബസ്, ലോക്കൽ ബസ് എന്ന് അവിടെ പറയാം. ലോക്കൽ സ്റ്റേറ്റിലാണ് നമുക്ക് ഫ്രീ ഉള്ളത്. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ബസ്സിന് ഉണ്ടാവില്ല. ആ ബസ്സിന്റെ പെയിന്റ് ചുവപ്പ് തന്നെയായിരിക്കും, പക്ഷേങ്കിൽ ലോക്കലിൽ ഫ്രീ ആണ്, അല്ലാത്ത ബസ്സിൽ പൈസ കൊടുക്കണം. അപ്പോൾ കയറുമ്പോൾ തന്നെ കണ്ടക്ടർ പറയും, ഇപ്പം ഞാൻ അധികം യാത്ര ചെയ്യുന്നത് ഇന്റർ സ്റ്റേറ്റ് ബസ്സിലാവുമ്പോൾ കയറുമ്പോൾ തന്നെ കണ്ടക്ടർ പറയും ഫ്രീ യാത്രയില്ല കേട്ടോ, ഫ്രീ യാത്രയില്ല എന്ന് പറയും. അപ്പം അങ്ങനെയാണ് അവിടെ. അത് മാത്രമല്ല അവിടെ ആധാർ കാർഡ് നിർബന്ധം കേട്ടാ. ആധാർ കാർഡിൽ കന്നഡയിലുള്ള ആധാർ കാർഡാണ്, ഇത് മസ്റ്റാണ്. ഇതില്ലെങ്കിൽ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ, അതായത് ഫ്രീ ആയിട്ടുള്ള ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ നോർമലായി ടിക്കറ്റ് എടുക്കുമല്ലോ, ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആണെങ്കിൽ നമ്മൾ ആധാർ കാണിക്കണം. ആധാർ അല്ലെങ്കിൽ അവിടുത്തെ വോട്ടർ ID. അതെ, നമ്മൾ ഒരു ദിവസം ഒപ്പം പോകുമ്പോൾ ധോനീന്റെ ആധാർ കാർഡ് വെറുതെ ഒന്ന് കാണിച്ചു നോക്കി, ഞാൻ എടുക്കുമോ നോക്കുമ്പോൾ ഇത് എടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ സമയത്ത് ഇവിടുന്ന് പേട്ടയിൽ നിന്ന് മാറിക്കയറി പോവുകയാണെങ്കിൽ ആധാർ കാർഡ് കാണിക്കുമ്പോൾ എനിക്ക് ഫ്രീ ആണ്. പക്ഷെ എൻ്റെ കൂടെയുള്ള ധോനിക്ക് എന്തായാലും ഹോപ്പ് ടിക്കറ്റ് എടുക്കണം. അവൾക്ക് ഇവിടുത്തെ ആധാർ കാണിച്ചാൽ പറ്റൂല. അങ്ങനെയുണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടുന്ന് ഇന്റർസ്റ്റേറ്റിൽ ഫ്രീ ഇല്ല കേട്ടാ. ഇന്റർസ്റ്റേറ്റിൽ മാത്രമല്ല അവിടെ ഈ എല്ലാ ബസ്സിനും പരക്ക ഫ്രീ ഇല്ല. ഇവിടെ ഓടുന്ന വണ്ടിയിൽ ഈ സൂപ്പർ ഫാസ്റ്റ് അത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രീ ആണ്. കാരണം ഇവിടെ സൂപ്പർ ഫാസ്റ്റിനും വളരെ കുറവാണ്. അവിടെ അങ്ങനെയല്ല. അവിടെ ചുരുക്കം ചില ബസ്സിലേ ഉള്ളൂ അല്ലേ, എല്ലാ ബസ്സിലൊന്നും ഇല്ല. അതായത് ഇന്റർസ്റ്റേറ്റ് ബസ് ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വണ്ടിയുണ്ട്, ഇവിടെ കർണാടകത്തിലേക്ക് ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്ന വണ്ടിയുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന എല്ലാം ഇന്റർസ്റ്റേറ്റ് ആണല്ലോ, അല്ലാത്ത ബസ്സിൽ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല, നമ്മളെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ബസ്സിലും ആർക്ക് വേണ്ടിക്കലും, അതായത് കേരളത്തിൽ പുറത്തുള്ളവർക്ക് വന്നാലും കേരളത്തിൽ വന്നാൽ ഫ്രീ ആണ്. ഇതിപ്പോൾ എനക്കൊരു പെണ്ണ് വേഷം കെട്ടിയിട്ട് മുഖെല്ലാം മറിച്ചിട്ട് പോയാൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇരട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരട്ടിക്കുള്ള ടിക്കറ്റ് മുറിച്ച് തരും. ഒരു ഇതും കൊടുക്കണ്ട. ഞാൻ ഇതാന്ന് പറഞ്ഞ കേട്ടാ, അത് ഒരുപാട് അപവാദമാണ്. കാരണം വെച്ചാൽ സർക്കാർ ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. കുറച്ചും കൂടി പഠിച്ചിട്ട് നല്ലവണ്ണം ഒരു ചിന്തിച്ചിട്ട് ഈ എന്താ പറയുക അല്ലേ, സ്കീം നടപ്പിലാക്കിയാൽ വളരെ ഉപകാരമാണ്. കാരണം ഇതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഇതൊരുപാട് നമ്മളെ കേരളത്തിൽ നിന്ന് സ്റ്റേറ്റിന് പുറത്ത് വരുന്ന ആളും കേരളത്തിൽ നിന്ന് എവിടെയുള്ള ഇന്ത്യക്ക് എവിടെയുള്ള ആൾ കേരളത്തിൽ വന്നാൽ കേരളത്തിൽ സഞ്ചരിക്കാൻ ഫ്രീ ആണ്. പക്ഷെ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഞാൻ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ ബസ്സിൽ മിഞ്ഞാന്ന് നടന്ന സംഭവമാണ്. അപ്പോൾ തലശ്ശേരി നമ്മൾ ട്രാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുമ്പിൽ പോകേണ്ട ഒരു KSRTC ആണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ മുമ്പിൽ വരുന്ന KSRTCനെ ഞാൻ എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറം വെച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഇപ്പുറം വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൽ സീറ്റിംഗ് ആളായി. സ്റ്റേറ്റിൽ ഒരു അരമണിക്കൂർ മുമ്പേ സ്ത്രീകളെല്ലാം സ്റ്റാൻഡ് പിടിച്ചിന് സ്റ്റേറ്റിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേറ്റിൽ സീറ്റിംഗ് ആളായി. അപ്പോൾ 2 സ്ത്രീകൾ തമിഴ് സംസാരിക്കുന്ന സ്ത്രീകളാണ്, ചെറുങ്ങനെ മലയാളം പറയുന്നുണ്ട്. അപ്പോൾ അവർ ബസ് നോക്കി സീറ്റൊന്നും ഇല്ല. അപ്പോൾ നമ്മളെ ബസ് വന്ന് കയറി. അപ്പോൾ ഞാൻ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ആളെ വിളിക്കാൻ തുടങ്ങിയില്ല. അവർ പോയി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ആളെ വിളിക്കണ്ടോ, ട്രാക്കിൽ മുമ്പിൽ ബസ് പോകാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരിങ്ങനെ പുരുവെറുക്കുന്നു, എന്താ ബസ്സിൽ ഫ്രീ യാത്രയാ എന്നെല്ലാം പറഞ്ഞിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇവർ 2 പേരും ആ KSRTCയിൽ നിന്നിട്ട് യാത്ര ചെയ്യുന്നു. എങ്ങനെയുണ്ട്? അപ്പം ഞാൻ ഈ ആധാർ കാർഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞതാണ് കേട്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇതും പറയണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു പോകുന്നതാണേ. നമ്മൾ കീഴൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ ബസ് വെച്ചിട്ട് നമ്മൾ ഗ്രീസ് അടിക്കലാണ് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഒരു ആഡംബര വണ്ടിയിൽ ഒരു 4 ആൾ എന്ന് പറയാൻ ഞാൻ കണ്ടതാണ്. ഒരു 3 പെണ്ണുങ്ങളും 1 ആണുങ്ങളും ഇങ്ങനെ സൈഡാക്കി വെക്കുന്നുണ്ട്. സൈഡാക്കി വെച്ച് നമ്മളിത് കാണുന്നുണ്ട്. സൈഡാക്കാൻ സ്ഥലമില്ല, അപ്പുറം വെച്ച് ഇപ്പുറം വെച്ച്. അപ്പോൾ എവിടെ വെച്ചിട്ട് 3 ആൾ ഇറങ്ങി. 3 ആൾ ഇറങ്ങി. നമ്മൾ കാര്യമാക്കിയിട്ടില്ല. ഡീസൽ അടിച്ച് ഇരുട്ടി ട്രാക്കിൽ വെക്കുമ്പോൾ ഈ 3 ആളും KSRTCനെ നടുക്ക് ഞെളിഞ്ഞിരുന്നതിന് ഒരു ആണുങ്ങളുണ്ട്. ഈ ആഡംബര വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നോവക്ക് മുകളിലുള്ള എല്ലാം ഒരു ആഡംബര വണ്ടിയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷെ ഇന്നോവയല്ല. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം അതും ദുരുപയോഗമാണ്. കാരണം വെച്ചാൽ ഇത് നമുക്ക് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യം തന്നെ. പക്ഷെ ഫ്രീ കൊടുക്കണം.
കാരണം വെച്ചാൽ ഒരുപാട് പിന്നെ അവശതകൾ ബുദ്ധിമുട്ട് ഇതിപ്പോ കുറേ ആൾക്കാർ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇപ്പം ബസ്സിൽ പോകാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് ആളായി, ബസ്സിൽ ടൈറ്റ് ലോഡായി, പെണ്ണുങ്ങളായി, ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു അതുപോലെ ബസ്സിൽ ഇപ്പൊ സാധാരണ ഇപ്പൊ ഒരു 10-15,000 വരെ സാലറി വാങ്ങുന്നവർക്കെല്ലാം നമുക്ക് ജീവിച്ചു പോകാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേ 1 ലക്ഷമോ കറക്റ്റ്, അത് മറ്റൊരു നോട്ട് പോയിന്റ് ആണ്. 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ ശമ്പളം വാങ്ങുന്ന ആളാണ് ഈ KSRTC ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നത്. പിന്നെ നിങ്ങളെന്നാ പറയുന്നത് 1 ലക്ഷം റുപ്യ കുട്ടികൾക്ക് 1 ലക്ഷം റുപ്യ ശമ്പളം വാങ്ങുന്നവർക്ക് ഒരു 50 റുപ്യ അങ്ങോട്ടും 50 റുപ്യ ഇങ്ങോട്ടും കിട്ടിയാൽ പുളിക്കുവാ, നിങ്ങൾ പറ. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇപ്പോ സ്ത്രീകൾക്ക് ഫ്രീ ആയപ്പോ പെൺകുട്ടികൾക്ക് ഫ്രീ ആണ്. ബസ്സിൽ നമ്മൾ ആൺകുട്ടികൾ എന്താ കുറ്റം ചെയ്തത്? പെൺകുട്ടികൾക്കും ബസ്സിൽ ഫ്രീ ആണ്. പക്ഷെ കാരണം വെച്ചാൽ ഇപ്പൊ സ്കൂളിൽ പോകേണ്ട പിള്ളേരെല്ലാം ബസ്സിൽ കയറലാണ്. കാരണം വെച്ചാൽ സർക്കാരിന് 2 റുപ്യ കിട്ടുന്നിടത്ത് 10 റുപ്യ ടിക്കറ്റാ കിട്ടുന്നത്, മനസ്സിലായിനാ? അപ്പൊ 2 റുപ്യ ടിക്കറ്റ് 2 റുപ്യ ചില്ലറ കൊടുക്കുന്നിടത്ത് 10 റുപ്യ ടിക്കറ്റാ മുറിച്ച് കൊടുക്കുന്നത്. അവിടെ പാസ്സില്ലല്ലോ. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു പ്രായപരിധി വെച്ചിട്ട് എല്ലാവർക്കും ഫ്രീ കൊടുക്കുക, ഒരു 60 വയസ്സിന് മേല. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുക, ഫ്രീ കൊടുക്കണ്ട, കൺസെഷൻ കൊടുത്തോട്ടെ, ഒരു തെറ്റുമില്ല. എല്ലാവരും സപ്പോർട്ടാണ്, 100% സപ്പോർട്ടാണ്. അപ്പൊ ഞാൻ ഇത് പറയാം. അവിടെ ഈ ഫ്രീ വരുന്നതിന് മുന്നേ തന്നെ ഞാനൊക്കെ സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രൈവറ്റ് ബസ്സിൽ പാസ്സില്ല, നമുക്ക് KSRTCയിലാണ് പാസ്. അതായത് നമ്മൾ ജൂൺ മാസത്തിൽ സ്കൂളിൽ നിന്ന് ഒരു അപേക്ഷ കിട്ടും. അതായത് അത് നമ്മൾ RTO ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടത്. അപ്പോൾ അത് വാങ്ങിയിട്ട് സ്കൂളിൽ നിന്ന് അത് ഫില്ല് ചെയ്ത് അത് അവിടെ കൊണ്ട് കൊടുത്തിട്ട്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 600-700 രൂപയാന്ന് തോന്നുന്നു. അത് നമ്മളൊരു കൊല്ലത്തിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആ ഒരു സ്കൂൾ പൂട്ടുന്ന ആ ഒരു കൊല്ലം വരെ നമുക്ക് ഫ്രീ ആണ്. KSRTCയിൽ നമ്മൾ പാസ് കാണിക്കണം, രാവിലെ ഇത് പാസ് കാണിക്കുക, പോവുക, അങ്ങനെയാണ് യാത്ര ചെയ്യുക. പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കുറേം കൂടി പിന്നെ ചില KSRTC ജീവനക്കാർക്കും ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുണ്ട് കേട്ടാ. അവർ പിന്നെ പറയുന്നില്ല എന്നേ ഉള്ളൂ, അവർക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെന്നാലും ഇതുപോലെ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു അന്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്തതിന്. അപ്പോൾ കൂടുതലായിട്ടൊന്നും നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, ഇതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പഠിച്ചിട്ട് ഇനി ചെയ്തിരിക്കുന്നവർക്ക് ഉപകരിക്കട്ടെ. ഇപ്പോൾ കുറേ ആൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു 10 പെണ്ണുങ്ങൾ കമ്പനിയായിട്ട് പ്രശ്നിക്കടവ് പോയി. ഒരു രസം, അത് നല്ല കാര്യമാണ്. ഒരു 10 ആൾ കൂടി പെണ്ണുങ്ങൾ ഒന്നിച്ച് പ്രശ്നിക്കടവ് പോവുക, അതുപോലെ കറങ്ങുക, നല്ല കാര്യമാണ്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷെ എന്നാലും അതിനൊരു അടിസ്ഥാനം വേണം, അല്ലേ? ഒരു അടിസ്ഥാനത്തിൽ എല്ലാം മുന്നോട്ട് പോയാൽ ശുഭകരമായി വിജയിക്കും. KSRTC നല്ല വിജയം. നമുക്കിപ്പം KSRTC വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ്. ഒരിക്കലും നഷ്ടത്തിലാകാൻ പാടില്ല. കാരണം വെച്ചാൽ KSRTC വേണം, പ്രൈവറ്റും വേണം. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ, അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.